എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രാവിലെയും അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഉപ്പുമാവാണെന്ന് തോന്നും, ഉപ്പുമാവ് പോലെ തന്നെ, പക്ഷേ ഇതൊരു സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ റെസിപ്പിയാണ്. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ സോ ട്രഡീഷണൽ, പക്ഷേ ഏതൊരു അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റിൽ കുറച്ച് അരിപ്പൊടി ഉണ്ടാവും, ഒരു ഗ്ലാസ് മോരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതിൽ മോരും അരിപ്പൊടിയും പിന്നെ വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ആക്കാം, എന്നിട്ട് വറുത്തിടുക. അത്രേ ചെയ്യുന്നുള്ളൂ. ഉപ്പുമാവിനെ പോലെ തന്നെ, പക്ഷെ വേറൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. മോരുകളി അല്ലെങ്കിൽ മോരുകൂഴ് എന്ന് പറയും. നമുക്കിത് സുഖമായിട്ട് രാവിലെയും കഴിക്കാം, വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഇതാണ്. ഒരു ഉപ്പുമാവിൻ്റെ ഒരു വേഷനാണ്, പക്ഷേ അതിൽ ഉപ്പുമാവിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടാണല്ലോ ചെയ്യുക. ചിലപ്പോൾ പാല് ചേർത്ത് ചെയ്യും കേട്ടോ, റവയിൽ. അതിലും വേറെ ടേസ്റ്റാണ്. ഇത് മോര് ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ആ റെഡ് ചില്ലിയാണ് കേട്ടോ. റെഡ് ചില്ലി അതുമായിട്ട് തൈരും കൂടി ചേരില്ലേ, ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. നല്ലെണ്ണയാണ് കേട്ടോ ടേസ്റ്റ്. കുറച്ചധികം നല്ലെണ്ണ ഒഴിക്കുക. അതിൽ കടുക്, ഉഴുന്നുപരിപ്പ്, ജീരകം, റെഡ് ചില്ലി, പിന്നെ കറിവേപ്പില. ഇനി ഓഫ് ചെയ്തോളൂ തന്നെ, ഇതാവണ്ട. ഇനി നന്നായി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി, ഒരു ഗ്ലാസ് മോര്, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അത് വീണ്ടും അടിയിലേക്ക് പോകും. എന്നിട്ട് സ്ലോ ഫയറിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അത് വേവണമല്ലോ, അരി വേവണമല്ലോ. അപ്പോൾ സ്ലോ ഫയറിൽ ചെയ്താൽ മതി. നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ല ഇതിൽ, അല്ലെങ്കിൽ അടി പിടിക്കേണ്ട കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ആ റെഡ് ചില്ലിയും ഇതും കൂടി തൈരും കൂടി ചേരുമ്പോഴൊരു കോമ്പിനേഷൻ ഇല്ലേ, അത് നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ താങ്ക്സ് ടു ഓൾ സൗത്ത് ഇന്ത്യൻസ് അല്ലേ. നല്ലൊരു റെസിപ്പിയാണ്, നമുക്കും ട്രൈ ചെയ്യാം. ഇതേപോലെയുള്ള കുഞ്ഞു റെസിപ്പീസൊക്കെ പെട്ടെന്ന് നമുക്ക് ജോലി കഴിഞ്ഞ് നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം. നല്ലൊരു വെറൈറ്റി റെസിപ്പീസ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ, ഇന്ന് ഈവനിങ്ങിൽ തന്നെ ട്രൈ ചെയ്തോളൂ. അത്രയും ടേസ്റ്റാണ്. ഇനി ലാസ്റ്റ് കുറച്ച് കൂടി നല്ലെണ്ണ ഒഴിക്കാം. തീരെ ഒട്ടി പിടിക്കണമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് അലുവ പോലെ മുറിച്ചെടുക്കാം, അതും ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാൽ ഒന്ന് ചാനൽ ഫോളോ ചെയ്യുക. ഇതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പീസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് ഓക്കെ, താങ്ക് യു.